സംസ്ഥാന സ്കൂൾ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്ക് പോയിന്റ് നിലവാരത്തിൽ പാലക്കാടിനെ പിന്തള്ളി കോഴിക്കോട് മുന്നിൽ കലോത്സവത്തിന് ഇന്ന് വൈകിട്ട് സമാപനമാകും. കൂടുതൽ വിവരങ്ങളുമായി ലതീഷുമൊപ്പം അരുണും നമ്മോടൊപ്പം ചേരും. ആദ്യം ലതീഷിലേക്ക് പോകുന്നു. ലതീഷ്, എപ്പോഴാണ് സമാപന സമ്മേളനം ആരംഭിക്കുക? സ്വർണ്ണക്കപ്പിൽ കോഴിക്കോട് തന്നെ മുത്തമിടും എന്ന് പറയാറായോ? വിവരങ്ങൾ. ജോർജറ്റ്, അത് മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി റിസൾട്ട് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്. വഞ്ചിപ്പാട്ട് മത്സരത്തിൻ്റെ മത്സരഫലം ഇനിയും വരാനുണ്ട്. അതേപോലെ തന്നെ ചില ഹയർ അപ്പീലുകൾ കൂടി ഇനിയും പരിഗണിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും അവസാനം ലഭിക്കുന്ന പോയിന്റ് നിലയനുസരിച്ച്, അതായത് വഞ്ചിപ്പാട്ടിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള പോയിന്റ് നിലയനുസരിച്ച് 932 പോയിന്റുമായി കോഴിക്കോട് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 929 പോയിന്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്തുണ്ട്. ആതിഥേയരായ കണ്ണൂർ ജില്ലയ്ക്ക് 928 പോയിന്റാണുള്ളത്. 916 പോയിന്റോടെ തൃശ്ശൂർ ജില്ലയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത്. സ്കൂളുകളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തിയപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇടുക്കി കുമാരമംഗലത്തു നിന്നുള്ള MKN MHSS ഹയർ സെക്കൻഡറി സ്കൂളാണ് പോയിന്റ് നിലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാമതെത്തിയത്. ഈ മത്സര ഇനങ്ങൾ എല്ലാം തന്നെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഹയർ അപ്പീലിൻ്റെയും അതേപോലെ തന്നെ വഞ്ചിപ്പാട്ടിൻ്റെയും റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ കലാകേരളത്തിൻ്റെ കിരീടം ആര് ചൂടുമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കോഴിക്കോടാണ് കിരീടം നിലനിർത്തുന്നതെങ്കിൽ തുടർച്ചയായ 11ാം വർഷമാകും കോഴിക്കോട് കിരീടം നിലനിർത്തുന്നത്. മറിച്ച് പാലക്കാടിന് അട്ടിമറി എന്തെങ്കിലും സംഭവിച്ചാൽ പാലക്കാട് 2 വർഷം മുമ്പ് 2015 കോഴിക്കോടിനൊപ്പം കിരീടം പങ്കിട്ട ഒരു സാഹചര്യം പാലക്കാടിനുണ്ടായിരുന്നു. കണ്ണൂരാണെങ്കിൽ ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നാണ് 2007 കൃത്യമായി പറഞ്ഞാൽ 10 വർഷം മുമ്പ് കോഴിക്കോട് കിരീടം ചൂടി പോകുന്നത്. അതിനുശേഷം കോഴിക്കോട് ജില്ലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കണ്ണൂരിൽ നിന്ന് നഷ്ടപ്പെട്ട കിരീടം കണ്ണൂരിൽ വെച്ച് തിരിച്ചു പിടിക്കാനാകുമോ കണ്ണൂരിന് എന്നതും ആകാംക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സമാപന സമ്മേളനം അല്പസമയത്തിനകം തന്നെ ഒന്നാം വേദിയായ നിളയിൽ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷനാകും. വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ സമാപന സമ്മേളനം വീക്ഷിക്കുന്നതിനായി വേദി ഒന്നിലേക്ക് നിലയിലേക്ക് ഒഴുകിയെത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മത്സരഫലം പൂർണ്ണമായി വരാൻ കാത്തിരിക്കുകയാണ്. ഒപ്പം അടുത്ത സംസ്ഥാന സ്കൂൾ കലോത്സവം ഏത് ജില്ലയിൽ നിന്നാണ് ജില്ലയിൽ നടത്തണമെന്നത് സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഒരു ചർച്ചയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേദിയിൽ വെച്ചാവും അടുത്ത സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി പ്രഖ്യാപിക്കുക. അതും കലാകേരളം ആകാംക്ഷയോടെ തന്നെയാണ് അതറിയാനും കാത്തിരിക്കുന്നത്. എന്തായാലും മത്സരങ്ങളെല്ലാം പൂർത്തിയായി. പോയിന്റ് നിലയിൽ ഓരോ ജില്ലയുടെയും പോയിന്റ് നില നമുക്ക് 14 ജില്ലയുടെയും പോയിന്റ് നില ഇതുവരെയുള്ള പോയിന്റ് നില നമുക്ക് അരുണിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അരുൺ, മറ്റു ജില്ലകളുടെ 14 ജില്ലകളുടെയും ഒരു പോയിന്റ് നില പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കേണ്ടതുണ്ട്. ഓരോ ജില്ലയും ഇതുവരെ നേടിയ പോയിന്റ് നില ഒന്ന് പറയാം. തീർച്ചയായും ലതീഷ്, എന്തായാലും ലീഡിംഗ് ഡിസ്ട്രിക്ട് കോഴിക്കോട് 932 പോയിന്റാണ്, പാലക്കാട് 929 പോയിന്റ്. നേരിയ പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. കണ്ണൂർ 928 പോയിന്റ്, തൃശ്ശൂർ 916, മലപ്പുറം 902, കോട്ടയം 875, എറണാകുളം 874, ആലപ്പുഴ 862 പോയിന്റ്, കൊല്ലം 861 പോയിന്റാണ്, വയനാട് 849, തിരുവനന്തപുരം 839 പോയിന്റുമുണ്ട്, കാസർഗോഡ് 812, പത്തനംതിട്ട 761 പോയിന്റാണ്, ഇടുക്കി 745. പത്തനംതിട്ടയും ഇടുക്കിയുമാണ് ഏറ്റവും പോയിന്റ് പട്ടികയിൽ അവസാനം ഉള്ളത്. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ച് വ്യക്തിഗത ഇനത്തിൽ അവർക്കൊരു നേട്ടമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് വാരി കൂട്ടിയ മികച്ച കലാമത്സരങ്ങൾ നൽകിയ സ്കൂൾ ഉള്ളത് ഇടുക്കിയിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റ് കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ കൗമാര കലാകിരീടം ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് നിലവിൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ ലതീഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20ഓളം ഹയർ അപ്പീലുകൾ ഉണ്ടായിരുന്നു. ഈ ഹയർ അപ്പീലുകളാണ് യഥാർത്ഥത്തിൽ പോയിന്റ് നിലയിൽ ആര് കിരീടം ചൂടും എന്ന കാര്യത്തിലേക്ക് അന്തിമമായി തീരുമാനം എടുക്കുക എന്നതാണ് തോന്നുന്നത്. എന്തായാലും കോഴിക്കോട് തന്നെയാണ് 932 പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പാലക്കാട് 929 പോയിന്റുമായി രണ്ടാമതാണ്. കണ്ണൂർ 928 പോയിന്റ്
നിലയിലാണുള്ളത്. യഥാർത്ഥത്തിൽ 2000-ലെ കലോത്സവത്തിൽ കോഴിക്കോടിനോടൊപ്പം എറണാകുളവും കണ്ണൂരും ഒരുമിച്ച് കലാകിരീടം പങ്കിട്ടിരുന്നു. അത് 2000-ലാണ്. അതിനുശേഷം അവരൊരു ലീഡിംഗ് നിലയിലേക്ക് കയറി വരുന്നു. ഒരുപക്ഷെ 57 വർഷത്തിനിടയ്ക്ക് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്ന് കൂടി പറയാം. അത് ഇതേ മണ്ണിൽ അവർക്ക് തിരിച്ചു പിടിക്കാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, അത് മിസ്സായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഫൈനൽ ലാപ്പിൽ അവരുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് ആതിഥേയരായ കണ്ണൂർ. അങ്ങനെ നോക്കുമ്പോൾ 932 പോയിന്റ് കോഴിക്കോടിനും പാലക്കാടിനും 929 പോയിന്റുമാണ് നിലവിൽ ഉള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം അത്ലറ്റിക് മീറ്റൊപ്പം ശാസ്ത്രമേളയിലൊക്കെ ലീഡ് ചെയ്ത അവർ സ്വാഭാവികമായും ഈ കലാകിരീടം കൂടി കൈവശം വെച്ചിരുന്നെങ്കിൽ 57 വർഷത്തെ ചരിത്രത്തിൽ ഒരു വലിയ നേട്ടം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഈ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് മുൻപ് ഉത്തര മലബാർ എന്ന പേരിൽ ആദ്യമായി അവർ കലാകിരീടം നിലനിർത്തിയിരുന്നതാണ് പാലക്കാട്. പക്ഷേ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തായാലും നേരത്തെ ലതീഷ് തന്നെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ചില നീക്കങ്ങൾ നടത്തി. കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ കളിക്കണമെന്ന് കോഴിക്കോടിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് കൃത്യമായി അവർ ഈ ഫൈനൽ ലാപ്പിൽ ഹയർ അപ്പീലുകൾ കൊണ്ട് ഇത്തരത്തിലൊരു ഗെയിം പ്ലാൻ അവർ തന്ത്രപരമായി നടപ്പിലാക്കുന്നത്. നന്നായി, അതായത് ഇത്തരം ആസൂത്രണം ഇല്ലാതായതുകൊണ്ടാണ് കണ്ണൂരിന് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത്, പാലക്കാടിന് 2-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത്. എല്ലാ വർഷവും വളരെ കൃത്യമായി ഇങ്ങനെ ഗെയിം പ്ലാൻ നടത്താറുണ്ട് കോഴിക്കോട്. അവസാന നിമിഷം 20ഓളം ഹയർ അപ്പീലുകൾ കൊടുക്കുന്നു. ഏതിൽ നിന്നൊക്കെ പോയിന്റ് വളരെ കൃത്യമായി നേടണം എന്നവർക്ക് വളരെ ഗൗരവമായി അറിയാം. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ അടുത്ത വർഷം പുതുക്കിയ കലോത്സവ മാനുവൽ പ്രകാരമാണ് നടത്തുന്നതെങ്കിൽ ഈ അപ്പീലുകൾ ഏത് ഘട്ടത്തിൽ നിർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ട കാര്യം മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന പോയിന്റ് നില അനുസരിച്ച് കോഴിക്കോട് 932, പാലക്കാട് 929 പോയിന്റ്. 2-ാം സ്ഥാനത്താണ് പാലക്കാട് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ കോഴിക്കോട് കലോത്സവത്തിൽ സംഭവിച്ചതുപോലൊക്കെ കലാകിരീടം കോഴിക്കോടും പാലക്കാടും തമ്മിൽ പങ്കുവെക്കുന്നൊരു സാഹചര്യമൊക്കെ ആദ്യം ആളുകൾ സ്വപ്നം കണ്ടിരുന്നു. അതിന് ഉള്ള സാധ്യതയൊന്നും നിലവിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ അപ്പീലിൻ്റെ റിസൾട്ട് കൂടി നിലവിൽ വരേണ്ടതുണ്ട്. അങ്ങനെയാണ് ആ റിസൾട്ട് കൂടി വരുമ്പോൾ നമുക്കറിയാം 57ാമത് കലാകിരീടം, കൗമാര കലാകിരീടം എങ്ങോട്ടാണ് പോവുക എന്നുള്ളത്. ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോയിന്റ് നില ഇനിയും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. സംസ്കൃതോത്സവത്തിന്റെ ഒരു ഫലം നോക്കിയാൽ 95 പോയിന്റോടെ കണ്ണൂർ, മലപ്പുറം, എറണാകുളം, കാസർഗോഡ് ജില്ലകൾ 1-ാം സ്ഥാനത്ത് വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. 91 പോയിന്റോടെ തൃശ്ശൂർ ജില്ല 2-ാമതെത്തിയപ്പോൾ അറബിക് കലോത്സവത്തിൽ തൃശ്ശൂർ, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ 95 പോയിന്റുമായി 1-ാമതെത്തി. പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾക്ക് 91 പോയിന്റാണുള്ളത്. 91 പോയിന്റോടെ ഈ 3 ജില്ലകളും 2-ാം സ്ഥാനത്ത് എത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എന്തായാലും ലതീഷ് ഒരു ചോദ്യം, വഞ്ചിപ്പാട്ടിന്റെയും ഹയർ അപ്പീലിന്റെയും ഒക്കെ റിസൾട്ടും കൂടി വന്നു കഴിയുമ്പോൾ കണ്ണൂർ 3-ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഇനിയും അവശേഷിക്കുന്നുണ്ടോ? കോഴിക്കോടിന് എ ഗ്രേഡ് നഷ്ടമാകുന്നില്ല എങ്കിൽ വഞ്ചിപ്പാട്ട് മത്സരമാണ് വരാനുള്ളത്. ആ വരുന്ന റിസൾട്ടിൽ കോഴിക്കോടിന് എ ഗ്രേഡ് നഷ്ടമാകുന്നില്ല എങ്കിൽ കിരീടം കോഴിക്കോട് ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറിച്ചാവുകയാണെങ്കിൽ അത് ഒരു നിമിഷം, അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ റിസൾട്ട് വഞ്ചിപ്പാട്ട് കോഴിക്കോടിന് അനുകൂലമായി അപ്പീൽ ലഭിച്ചിരിക്കുന്നു. എ ഗ്രേഡ് ഫലത്തിൽ ഔദ്യോഗികമായ ഡിക്ലറേഷൻ ഉണ്ടായിട്ടില്ലെങ്കിലും കോഴിക്കോടിന് തന്നെയാണ് കലാകിരീടം എന്ന വാർത്തയാണ് നിലവിൽ നമുക്ക് പുതിയ റിസൾട്ടുകൾ പ്രകാരം പറയാൻ സാധിക്കുക. കണ്ണൂരും പാലക്കാടും തമ്മിൽ 2-ാം സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ലഭിച്ച ഏറ്റവും പുതിയ സൂചന ഇതാണ്. ഹൈറപ്പിലിനെ സംബന്ധിച്ച് കോഴിക്കോടിന് അനുകൂലമായി വഞ്ചിപ്പാട്ടിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കലാകിരീടം കോഴിക്കോട് ഉറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വഞ്ചിപ്പാട്ട്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ എ ഗ്രേഡ് കോഴിക്കോടിനുണ്ടെന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ വന്നാൽ കോഴിക്കോട് കിരീടം ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. തുടർച്ചയായ 11-ാം വർഷമാണ് കോഴിക്കോട് കിരീടം ചൂടുന്നത്. കണ്ണൂരിൻ്റെ ഈ മണ്ണിൽ നിന്ന് 2007-ലാണ് കോഴിക്കോട് ജില്ല കിരീടവുമായി അവരുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. അതിനുശേഷം 2 തവണ മാത്രമാണ് മറ്റു ജില്ലകളുമായി അവർക്ക് 1-ാം സ്ഥാനം പങ്കിടേണ്ടി വന്നത്. അതിലൊന്ന് എറണാകുളവുമായി പങ്കിട്ടതാണ്, മറ്റൊന്ന് 2 വർഷം മുമ്പ് പാലക്കാടുമായി 1-ാം സ്ഥാനം പങ്കിട്ടതാണ്. മറ്റൊരു വർഷവും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത്തവണ കോഴിക്കോട് ജില്ലയ്ക്ക് പാലക്കാടും അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ഔദ്യോഗികമായി 1-ാം സ്ഥാനം ആർക്കാണ്? കേരളത്തിൻ്റെ കിരീടം 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് ഏത് ജില്ലയ്ക്കാണെന്ന് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി
സ്ഥിരീകരിക്കും. ഇതിനുശേഷം നമുക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് വരാം. എന്തായാലും സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം വേദി 1 പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ വിജയം ചൂടുന്നത് കാണാൻ വേണ്ടി നിരവധി കണ്ണൂരുകാർ അവിടെ എത്തിയിരുന്നു. കണ്ണൂരിന്റെ വിജയം സ്വപ്നം കണ്ടെത്തിയ നിരവധി പേരുണ്ട്. എങ്കിലും ഈ തിരശീല വീഴാൻ അല്പസമയം കൂടി ബാക്കിയുള്ളപ്പോൾ കണ്ണൂരുകാർ എങ്ങനെയാണ് ഈ കലോത്സവത്തിന് വിട നൽകാൻ തയ്യാറായി നിൽക്കുന്നത്? അവരുടെ ഒരു ആവേശം, ബാക്കിയുള്ള കാര്യങ്ങൾ. ജോർജറ്റ്, കണ്ണൂരിന്റെ ജനത കഴിഞ്ഞ 3 ദിവസമായി എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായി കലോത്സവ നഗറിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കുടുംബസമേതം എത്തിയ വലിയൊരു ആൾക്കൂട്ടത്തെയായിരുന്നു അർദ്ധരാത്രിയും കണ്ണൂരിന്റെ വിവിധ വേദികൾക്ക് മുന്നിൽ നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മത്സരങ്ങൾ ഇന്നിവിടെ നടന്ന നാടൻപാട്ട് മത്സരം അവസാനിച്ചെങ്കിലും സമാപന സമ്മേളനത്തിന് സാക്ഷികളാവാൻ ആയിരക്കണക്കിന് പേരാണ് വേദി 1 ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ നെഞ്ചേറ്റുക തന്നെയായിരുന്നു. ഹരിത കലോത്സവമായാണ് 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു നയം, ഹരിത നയം, സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത നയം 100% നടപ്പാക്കുന്ന ആദ്യ കലോത്സവം. ആ കലോത്സവത്തിൻ്റെ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കം, ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കലാമത്സരം എന്ന് ഈ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വിശേഷിപ്പിക്കാം. 232 ഇനങ്ങളിൽ 12,000-ഓളം മത്സരാർത്ഥികളാണ് ജില്ലകളിൽ നിന്ന് നേരിട്ടെത്തിയതെങ്കിൽ 1333 അപ്പീലുകൾ വഴി 6,000-നടുത്ത് മത്സരാർത്ഥികൾ വീണ്ടും ഈ കലോത്സവത്തിൻ്റെ ഭാഗമാക്കാൻ കണ്ണൂരിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ സംഘാടന മികവ് കൊണ്ടും അതേപോലെ തന്നെ കലാസ്വാദനത്തിൻ്റെ ചാരുത കൊണ്ടും കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവം മറ്റു കലോത്സവങ്ങളെ പോലെ തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു വിജയം ഈ സംഘാടനത്തിനും അതേപോലെ തന്നെ കലാസ്വാദനത്തിൻ്റെ കാര്യത്തിനും കണ്ണൂരുകാർ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ജോർജറ്റ്, ലതീഷ്, സാങ്കേതികമായി ഇനി പൊതുസമ്മേളനം ആരംഭിക്കാൻ എത്രത്തോളം കാര്യങ്ങളാണ് ഇനി പൂർത്തിയാകേണ്ടതുള്ളത്? ഹയർ അപ്പീലുകളുടെ റിസൾട്ടാണോ കാത്തിരിക്കുന്നത്? ഒപ്പം തന്നെ വിശിഷ്ടാതിഥികളായ രമേശ് ചെന്നിത്തലയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഹയർ അപ്പീലുകളുടെ കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഹയർ അപ്പീലിൻ്റെ കാര്യത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് ചില പരാതികൾ ഉണ്ട് എന്നും നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നു. കോഴിക്കോട് ജില്ലയുടെ ഹയർ അപ്പീലുകൾ പരിഗണിക്കുകയും അവർക്ക് B ഗ്രേഡിൽ നിന്ന് A ഗ്രേഡിലേക്ക് ഗ്രേഡ് മാറുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ പാലക്കാടിൻ്റെ ഹയർ അപ്പീലുകൾ ഈ തരത്തിൽ പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപം പാലക്കാട് ജില്ലയ്ക്കുണ്ട്. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു പാലക്കാട് കോഴിക്കോട് ജില്ലകൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഹയർ അപ്പീലും അവസാന ഘട്ടത്തിൽ നിർണായകമായി. കോഴിക്കോട് കൃത്യമായി നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹയർ അപ്പീലുകൾ നൽകുന്നതിൽ കൂടുതൽ ജാഗ്രത കോഴിക്കോട് ജില്ല കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒട്ടും പിന്നിലല്ലാതെ പാലക്കാട് ജില്ലയും ഹയർ അപ്പീലുകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഹയർ അപ്പീലിൽ ഗ്രേഡ് മാറുന്ന സാഹചര്യം കോഴിക്കോട് ജില്ലയ്ക്കാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയായിരുന്നു മുന്നിൽ. എന്നാൽ അതിനുശേഷം ഒരു ഹയർ അപ്പീൽ പരിഗണിച്ചപ്പോൾ B ഗ്രേഡിൽ നിന്നും A ഗ്രേഡിലേക്ക് മാറിയ സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് കോഴിക്കോട് ജില്ല വീണ്ടും 1ാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ഇതിനുശേഷം കോഴിക്കോട് ജില്ല പിന്നെ 1ാം സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോയിട്ടില്ല. എന്നാൽ തൊട്ടു പിന്നിലായി കോഴിക്കോടും അതേപോലെ തന്നെ പാലക്കാടും തൊട്ടു പിന്നിലായി കണ്ണൂരും അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. മന്ത്രി ഉൾപ്പെടെയുള്ളവർ മറ്റു വാർത്തകളിലേക്കൂടെ പോയ ശേഷം ലതീഷിലേക്ക് തിരിച്ചെത്താം. വാർത്തകളിലേക്ക്. ചായവും ചമയവുമില്ലാതെ എന്ത് കലോത്സവം? ഓരോ പ്രതിഭയ്ക്കും പൂർണ്ണത നൽകുന്നതും ഈ നിറച്ചാർത്തുകൾ തന്നെ. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ വർണ്ണ കാഴ്ചകളും ഒപ്പം വിനിഷയുടെ ആശയങ്ങളും കാണാം. സ്കൂൾ കലോത്സവം എന്നാൽ മുഖമെഴുത്തിന്റെ കൂടി ഉത്സവമാണ്. സാഹിത്യ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളിൽ എല്ലാവരും തന്നെ എളിയ രീതിയിലെങ്കിലും മുഖത്ത് ചായമിടാതെ എത്താറില്ല. ഓരോ വേദിക്കും അതാവശ്യപ്പെടുന്ന ചായക്കൂട്ടുകളുണ്ട്. ചെറിയ ടച്ചപ്പ് മുതൽ സംഘനൃത്ത മുഖമെഴുത്തിലെ ബിനാലെ പരുവം വരെ. ഇതിനിടയിൽ കഥകളിയിലെ പരമ്പരാഗത രീതിയെ മാറ്റി നിർത്താം. സംഘനൃത്തങ്ങളിൽ ഇപ്പോൾ മുഖമൂടി പരുവത്തിലാണ് മേക്കപ്പ്. ഫ്ലൂറസൻ്റ് വർണ്ണങ്ങളും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു. എങ്ങനെയായാലും അവതരണം ശ്രദ്ധിക്കപ്പെടണം. മത്സരം കഴിഞ്ഞാലും മുഖം കഴുകാതെ അങ്ങനെ കലോത്സവത്തിൻ്റെ മുറ്റത്ത് ചിരിക്കുന്ന പൂക്കളായി മത്സരബലം വരെ പിന്നെയും നടക്കും.
കാരണം സന്തോഷത്താലും സങ്കടത്താലും ഒഴുകുന്ന കണ്ണീർ ചാലുകൊണ്ട് മായ്ക്കാനുള്ളതാണത്. ഫലമറിയുമ്പോൾ ചിലർ ഒരുമിച്ച് തുള്ളിച്ചാടി മറിഞ്ഞ് ചായക്കൂട്ടുകൾ മായിച്ചെഴുതും. മറയാനില്ലാത്തവർ ഒറ്റയ്ക്കും കൂട്ടമായും ഇരുന്ന് കരയും. ഒരു വർഷത്തെ കാത്തിരിപ്പിനു മുകളിലൂടെ കണ്ണുനീർ ചാലുകീറും. കണ്ണു തിരുമ്മിക്കരഞ്ഞ് മുഖം കളമെഴുത്താക്കി മാറ്റും മറ്റു ചിലർ. അവർക്കോർക്കാൻ പിന്നെ സംഘനൃത്തത്തിലെ അവസാന പോസിലെ ചിരിഫോട്ടോ മാത്രം കൂട്ടാകും. കലോത്സവത്തിന്റെ നിറക്കാഴ്ചകളിലേക്ക് ക്യാമറ വെച്ച ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. കുച്ചിപ്പടി കോഴ വിവാദത്തിൽ 2 വിധികർത്താക്കൾക്കെതിരെ നടപടിയുണ്ടാകും. ഇവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. കുച്ചിപ്പടി ഫലം ഉന്നത അപ്പീൽ കമ്മിറ്റി പരിശോധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിലെ വിധി നിർണയത്തിൽ ഒത്തുകളി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കർശന നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നത്. കോഴ വാങ്ങിയ 2 വിധികർത്താക്കളെ കരിമ്പട്ടികയിൽപ്പെടുത്തും. ഇടനിലക്കാരനായ കോഴിക്കോട് സ്വദേശി അൻഷാദിനെതിരെയും കർശന നടപടിയുണ്ടാകും. ഇയാൾക്കെതിരെ വിജിലൻസ് ത്വരിതാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മത്സരത്തിൽ പങ്കെടുത്ത 45 കുട്ടികളുടെയും പ്രകടനത്തിന്റെ CD പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായ ഉന്നതതല അപ്പീൽ ജൂറി പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സരഫലത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നേരത്തെ 13ാം സ്ഥാനം നേടിയ മാളവിക കൃഷ്ണദാസ് 1ാം സ്ഥാനത്തെത്തി. 6ാം സ്ഥാനത്തുണ്ടായിരുന്ന പാർവതി പരമേശ്വരൻ 2ാം സ്ഥാനത്തെത്തി. 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഷർമിൻ, 12ാം സ്ഥാനത്തുണ്ടായിരുന്ന പവിത്ര സി മേനോൻ എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. B ഗ്രേഡ് മാത്രമുണ്ടായിരുന്ന ഉത്തര എന്ന മത്സരാർത്ഥി പുനഃപരിശോധനയിൽ A ഗ്രേഡിലേക്ക് ഉയർത്തപ്പെട്ടു. കലോത്സവ വേദിയിൽ നിന്നും PV കുട്ടൻ. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം തിരശ്ശീല വീഴും. പാലക്കാടും കോഴിക്കോടും തമ്മിലാണ് സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം തുടരുന്നത്. ഒടുവിൽ പോയിന്റ് നിലയനുസരിച്ച് 932 പോയിന്റുമായി കോഴിക്കോട് 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഹയർ അപ്പീലുകൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏതായാലും വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇടവേള. തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ജില്ലയിൽ ഇന്ന് നടന്ന ജല്ലിക്കെട്ടിൽ 2 പേർ മരിച്ചു. പുതുക്കോട്ടയിലെ രാപ്പുസലിൽ നടന്ന ജല്ലിക്കെട്ടിനിടെയാണ് അപകടമുണ്ടായത്. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നതിനിടെ കാളയുടെ കുത്തേറ്റാണ് മരണം. നെഞ്ചിലും ഇടുപ്പിലും ഗുരുതര പരിക്കേറ്റ 2 പേരും ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകി തമിഴ് ജനതയുടെ പ്രതിഷേധം. ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം തന്നെ വേണമെന്ന് തമിഴകം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ ചിലയിടങ്ങളിൽ ഇന്ന് ജല്ലിക്കെട്ട് നടന്നു. അതിനിടെ ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് മറികടന്ന് തമിഴകത്തെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ജല്ലിക്കെട്ടിന് ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം വഴി സ്ഥിരം സംവിധാനം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പനീർശെൽവം ഉദ്ഘാടനം ചെയ്യാനിരുന്ന മധുര അലങ്കാനെല്ലൂരിലെ ജല്ലിക്കെട്ട് ഉൾപ്പെടെ അനിശ്ചിതത്വത്തിലായി. മധുര, ഡിണ്ടിഗൽ, സേലം തുടങ്ങി വിവിധയിടങ്ങളിലാണ് പ്രദേശവാസികൾ വൻ പ്രതിഷേധം തീർത്തത്. റോഡ്, റെയിൽ ഗതാഗതങ്ങൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. മധുര വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 1960 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തമിഴ്നാട് ചീഫ് സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പനീർശെൽവം നടത്തിയ ചർച്ചയും വിഫലമായി. ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ തടസ്സ ഹർജിയും സമർപ്പിച്ചു. തങ്ങളുടെ വാദം കേൾക്കാതെ വിധി പറയരുതെന്നാണ് സർക്കാരിന്റെ ആവശ്യം. അതിനിടെ തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ജല്ലിക്കെട്ട് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2014 ക്രൂര വിനോദമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത്. തുടർന്ന് ഇതിനെതിരെ 2016 തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളി. ഈ സാഹചര്യത്തിൽ തമിഴകം ഒന്നാകെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പ്രത്യേക ഓർഡിനൻസ് വഴി ജല്ലിക്കെട്ട് നടത്താൻ AIADMK സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ആരെയും ഭയപ്പെടാതെയും ഭയപ്പെടുത്താതെയും വേണം മാധ്യമപ്രവർത്തനം നടത്താനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വന്തം ചുമതല നിർവഹിക്കാൻ മാധ്യമങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ലെന്നും സർക്കാർ നീതിക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ നാവായി മാറരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ അവാർഡ് ദാന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വന്തം ചുമതല നിർവഹിക്കാൻ അവര് ആരെയും ഭയപ്പെടേണ്ടതില്ല. അതേസമയം ആരെയും പേടിപ്പിക്കുകയും വേണ്ട. ആരുടെയും ഭീഷണിക്കും പ്രലോഭനങ്ങൾക്കും മാധ്യമപ്രവർത്തകർ വഴങ്ങേണ്ടതുമില്ല. മൂല്യാധിഷ്ഠിത മാധ്യമപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടാൽ സർക്കാർ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ നാവായി മാറരുത്, മറിച്ച് ജനങ്ങളുടെ ജിഹ്വയായി പ്രവർത്തിക്കണം. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ചതിനെ ചില മാധ്യമങ്ങൾ
ആദ്യമേ തന്നെ പിന്തുണക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ജനങ്ങളുടെ പ്രയാസങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ അതേ മാധ്യമങ്ങൾക്ക് തന്നെ വന്നു ചേരുകയും ചെയ്തു. അത്തരം റിപ്പോർട്ടുകൾ വരുമ്പോഴും ആ ദൈന്യാവസ്ഥക്ക് വഴിവെച്ച നയങ്ങളുടെ വൈകല്യം വേണ്ട പോലെ തുറന്നു കാട്ടണമല്ലോ. അങ്ങനെ തുറന്നു കാട്ടാൻ മാധ്യമങ്ങൾ പലതും തയ്യാറായില്ല. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 2015 മാധ്യമ അവാർഡുകളുടെ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വിദ്യാർത്ഥികളുടെ ബിരുദദാനവും ചടങ്ങിൽ നടന്നു. പ്രൊഫസർ KV തോമസ് MP, മുൻ MP P രാജീവ്, PT തോമസ് MLA തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോ അക്കാദമിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ പാടെ നിഷേധിച്ച് പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ. സ്വതന്ത്ര അന്വേഷണം നേരിടാനും വിദ്യാർത്ഥികളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തയ്യാറാണ്. എന്നാൽ താൻ രാജിവെക്കില്ലെന്നും ലക്ഷ്മി നായർ വ്യക്തമാക്കി. അതേസമയം വാർത്താസമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചു. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് SFI വ്യക്തമാക്കി. ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 11 ദിവസം പിന്നിട്ടിരിക്കെയാണ് പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ വിശദീകരണവുമായി വാർത്താസമ്മേളനം നടത്തിയത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പാടെ നിഷേധിച്ച ലക്ഷ്മി നായർ ചിലർ വ്യക്തി താൽപര്യത്തിനായി വിദ്യാർത്ഥികളെ ചട്ടുകമാക്കുകയാണെന്ന് പറഞ്ഞു. ഇത് വ്യക്തി താല്പര്യങ്ങളുള്ള വ്യക്തിഹത്യയുടെ കാര്യമായിട്ട് പക്ഷേ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യങ്ങൾ തീർക്കാനൊക്കെ കുട്ടികളെ ചട്ടുകമാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന വ്യക്തി, സിൻഡിക്കേറ്റ് മെമ്പർ, പരസ്യമായിട്ടല്ലേ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നു. ആരോപണങ്ങളിൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണ്. എന്നാൽ പ്രിൻസിപ്പാൾ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്കില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞങ്ങൾ വി ആർ ഓപ്പൺ ടു ഡിസ്കഷൻസ്. അവർ പറയുന്ന പ്രിൻസിപ്പൽ രാജിവെക്കലൊന്നും ഒരിക്കലും നടക്കില്ല. അതൊക്കെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അത് മുട്ടാപ്പോക്കാണ്. അതല്ലാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങൾക്കും വി ആർ ഓപ്പൺ. വിദ്യാർത്ഥികൾ തന്നെ അറിയിക്കാതെ ഏകപക്ഷീയമായി സമരം തുടങ്ങിയതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ്. കോളേജിൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും നൽകുന്നത് സുതാര്യമായാണെന്നും ഇക്കാര്യങ്ങൾ സർവകലാശാല പരിശോധിക്കട്ടെയെന്നും ലക്ഷ്മി നായർ വിശദീകരിച്ചു. സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി. സമരം കാരണം അടച്ചിട്ട ലോ അക്കാദമിയിൽ ക്ലാസ് പുനരാരംഭിക്കാനായി പോലീസ് സഹായം തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് ലക്ഷ്മി നായർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.